ഉദ്ഘാടനത്തിന് സെലിബ്രിറ്റി ഇല്ല, പകരം 1000 പേർക്ക് 500 രൂപയുടെ വൗച്ചർ നൽകി ഉടമ. വർക്കലയിൽ പുതുതായി ആരംഭിച്ച റെസ്റ്റോറൻറ്റിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ വളരെ വ്യത്യസ്തമായിട്ട് നടത്തിയത്. സെലിബ്രിറ്റിക്ക് പകരം ഉടമ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാബിൻ അറേബ്യ എന്നാണ് റെസ്റ്റോറൻറ്റിന്റെ പേര്. വർക്കല ടെമ്പിൾ റോഡിൽ ഹൈസ്കൂളിന് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്നാൽ ചുരുങ്ങിയത് 5 ലക്ഷം രൂപയെങ്കിലും ചെലവാകും. എന്നാൽ അങ്ങനെ ഒരു ഉദ്ഘാടനം ഒഴിവാക്കിക്കൊണ്ട് മാനേജ്മെന്റ് ചെയ്തത് 500 രൂപ വില വരുന്ന വൗച്ചറുകൾ ആയിരക്കണക്കിന് ആളുകൾക്ക് നൽകിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത്. വർക്കലയുടെ രുചി ലോകത്തേക്ക് ഇതാ ഒരു പുതിയ ഇടം കൂടി. ഫാബിൻ അറേബ്യ. ഞാൻ 18 വർഷമായിട്ട് പുറത്താണ്. അപ്പോൾ പുറത്തെന്ന് പറഞ്ഞാൽ GCC ഓൾ ഓവർ ഞാൻ എൻ്റെ ബിസിനസ് ഉണ്ട്. അപ്പോൾ അവിടെ കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അതാണ് മെയിൻ കാര്യം. പിന്നെ ഇവരെങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ അപ്പോൾ അത് എല്ലാം കൂടെയൊക്കെ മാറ്റി കുറച്ചുകൂടെയൊക്കെ മാറ്റി തിരുത്തി എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. വ്യത്യസ്തമായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹൈദരാബാദ് ബിരിയാണി ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡ് കൂടുതൽ ഞാൻ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. വർക്കലക്കാർ മാത്രമല്ലല്ലോ. അല്ല, വർക്കലക്കാർ മാത്രമല്ല, നോർത്ത് ഇന്ത്യൻസ്, ഇപ്പോൾ വിദേശികൾ, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഇപ്പോഴും ക്ലബ്ബിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർ കൂടെയൊക്കെ സൗകര്യപ്രദമാകുന്ന രീതിയിൽ എല്ലാവർക്കും ഒരേപോലെ അനുഭവപ്പെടുന്ന രീതിയിൽ എന്നാണ് ഞാൻ വിചാരിച്ചത്. ആംബിയൻസ് അല്ല, ഇത് നമ്മളൊരു കൂട്ടായ അറബിക് സ്റ്റൈലിൽ നമ്മളൊരു കൂട്ടായ ചിന്തയിലൂടെ എല്ലാവരുടെ ഡിസ്കഷൻ ചെയ്ത്, എൻ്റെ ബ്രദേഴ്സുണ്ട്, അവന്മാരെല്ലാവരും കൂടെ, മാനേജർ എല്ലാവരും കൂടെ ഉണ്ട്, ഡിസ്കഷൻ ചെയ്തെടുത്തതാണ്. എങ്ങനെ നിങ്ങൾ കണ്ടിട്ടെന്ന് തോന്നുന്നത്? പിന്നെ ഇതൊരു പാർട്ടി ഹാളായിട്ട് യൂസ് ചെയ്യാം. ഒരു 150-200 പേർക്കൊക്കെ സുഖമായിട്ട് അവരുടെ ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, ചെറിയൊരു പിന്നെ വളയുടെ അങ്ങനെയൊക്കെയുള്ള ചെറിയ എൻഗേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു പാർട്ടി ഹാളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. സ്പെഷ്യാലിറ്റി ഇപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും കുഴിമന്തി, പിന്നെ അത് ചിക്കൻ, മട്ടൺ, ബീഫിൻ്റെ മന്തി കാര്യങ്ങൾ, പിന്നെ കോണ്ടിനെൻ്റൽ, പിന്നെ ചൈനീസും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ കുറച്ചുകൂടെ ഡെവലപ്പ് ആവാനുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിലുള്ള അതിൻ്റെ ചിലപ്പോൾ ഒരു വിത്തിൻ 1 month 2 month ഒക്കെ ബാക്കിയെല്ലാം ഫുൾഫിൽ ആവുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നന്നായിരുന്നു, ഫ്രഷായിരുന്നു. മട്ടൺ മന്തി അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ടുണ്ട്. ആ ഫുഡും നല്ലതായിരുന്നു, നല്ല ഫുഡായിരുന്നു. സർവീസിങ്ങും ബെറ്ററാണ്, നല്ല ഫുഡായിരുന്നു.